അതെ സുരേഷ്, എനിക്ക് വയ്യ. ഞാൻ മരുന്നെടുത്ത് തരാം. പനിക്കുള്ള മരുന്ന് അമ്മ എന്റെ ബാഗിൽ വെച്ചിട്ടുണ്ട്. ഇത് കഴിക്കേ, പനി ഉടനെ മാറും. വെള്ളമില്ലല്ലോ സുരേഷ്? വെള്ളം ഞാൻ എടുത്തോണ്ടിരാം. ലക്ഷ്മി, പനി ഉടനെ മാറും കേട്ടോ. ലക്ഷ്മി, കാലുവേദന മാറിയോ? വിശന്ന് തളർന്നു, ഒരടി വയ്ക്കാൻ പറ്റുന്നില്ല. നമുക്ക് എത്രയും വേഗം എസ്റ്റേറ്റിലെത്താം. ഇത് കണ്ടോ കാശ്? ഈ കാട്ടിൽ കാശ് എന്താവില്ല. സുരേഷ്, നമുക്ക് അവിടെ ഇരിക്കാം. എനിക്ക് വയ്യ. വരൂ, പതുക്കെ. നമുക്കിവിടെ ഇരിക്കാം. പാറയുടെ പിന്നിൽ ആരോ ഉണ്ട്. നാട്ടുവഴിയെത്തി. ഹായ് വിമാനം. ഒന്നിങ്ങോട്ട് വാ, ഞങ്ങൾ ഇവിടെ അകപ്പെട്ടു പോയി. മണ്ടി, നീ ഇവിടെ നിന്ന് കൂവിൽ അവിടെ ഉള്ളത് കേൾക്കോ? കണ്ടപ്പോഴുള്ള സന്തോഷം കൊണ്ട് പറഞ്ഞു പോയതാണ് സുരേഷ്. ലക്ഷ്മി, ഇനി എനിക്ക് എസ്റ്റേറ്റിലേക്കുള്ള വഴി അറിയാം. ഇവിടെ അടുത്താണ്. ഈശ്വര, രക്ഷപ്പെട്ടു. എസ്റ്റേറ്റിൽ ചെന്നാൽ പിന്നെ പ്രോബ്ലം ഇല്ല. വാ. ലക്ഷ്മി, ഇതാണ് എസ്റ്റേറ്റ് ബംഗ്ലാവ്. നമുക്ക് പോ. വാച്ച്മാൻ, വാച്ച്മാൻ. കുഞ്ഞോ? എന്താ കുഞ്ഞ്? ഇതാരാ കുഞ്ഞ്? അതൊക്കെ പിന്നെ പറയാം. ഞങ്ങളുടെ വന്ന കാര്യം അച്ഛൻ അറിയരുത്. ഇല്ല കുഞ്ഞ്. താൻ ആദ്യം ഞാൻ കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടാക്ക്. എന്നിട്ട് പോയി ടാക്സി വിളിച്ചുണ്ടോ? എനിക്ക് ടൗണിൽ പോയി ചില സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട്. ശരി കുഞ്ഞ്. ഞാൻ പോയി ഭക്ഷണം ഉണ്ടാക്കി കൊണ്ടുവരാം കുഞ്ഞെ. വേഗമാട്ടെ. നമ്മൾ കാട്ടിലകപ്പെട്ടു പോയെന്ന് പറഞ്ഞാ ആരും വിശ്വസിക്കില്ല. കള്ളമാണെന്നേ പറയൂ. ഇപ്പൊ തന്നെ നാട്ടിലുള്ളവരെല്ലാം അറിഞ്ഞു കാണും. എന്റെ ചേട്ടൻ അറിഞ്ഞോ എന്നെ കൊന്നു കളയും. നിന്റെ ചേട്ടനോട് നമുക്ക് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാം. പുള്ളി ഇപ്പം പഴയ ആളൊന്നും അല്ലല്ലോ. പേടിച്ചു പോയോ? ഉടുപ്പ്. ഇതെന്റെ പഴയ പാന്റാണ്. ഞാൻ എടുത്തിട്ട് വരാം. ഈശ്വര, വലിയ മുതലാളി. എന്ത് രസമുള്ള സ്ഥലം. എനിക്ക് നല്ല ഇഷ്ടായി. നമ്മുടെ കല്യാണം കഴിഞ്ഞ്
ഹണിമൂണിന് ആദ്യമായി ഇവിടെ വരാം. എന്താ സമ്മതാണോ? പോ അവിടുന്ന്. നാണല്ലോ ഇങ്ങനെയൊക്കെ പറയാം. കുഞ്ഞെ, കാണിക്കുന്നു? വലിയ മുതലാളിയുടെ കാറ് വരുന്നു. അയ്യോ, ഇനിയിപ്പോ എന്ത് ചെയ്യും? ആ കുഴപ്പത്തിലായി. ലക്ഷ്മിന്റെ അച്ഛൻ വരുന്നു. സുരേഷ്, നമുക്ക് ഓടിപ്പോ. പേടിക്കാതെ കുഞ്ഞെ, നിങ്ങൾ ആ ഇടതുവശത്തെ മുറിയിൽ കയറി വാതിലടച്ചോളൂ. ഞാൻ 3 പ്രാവശ്യം മുട്ടും, അപ്പോൾ തുറന്നാൽ മതി. ബാക്കിയെല്ലാം ഞാൻ നോക്കിക്കൊള്ളാം. ചെല്ലു കുഞ്ഞെ, പോയിക്കോളി. ഇതെല്ലാം ഞാൻ എടുത്തോളാം. ദൈവമേ, മുതലാളി, മുതലാളി, മുതലാളി ഇരിക്കണം. ഞാൻ ആ റൂമൊക്കെ ഒന്ന് ശരിയാക്കട്ടെ. അതെന്താ നേരത്തെ ശരിയാക്കാത്തെ? ഇരിക്കും. പിന്നെന്താ നോക്കിയിരിക്കുന്നേ? അല്ലെങ്കിൽ ഈ മുറി തുറക്കാം മുതലാളി. ആ, എന്റെ റൂമിന് എന്ത് പറ്റി? മുതലാളിയുടെ ബെഡില് ഇന്നലെ ഒരു പൂച്ച കയറി പ്രസവിച്ചു. എന്നിട്ട് ശുദ്ധിയാക്കാൻ ഒരു സമയം കിട്ടില്ലേ? അതിന് താക്കോലും കാണാനില്ല മുതലാളി. റൂമൊക്കെ പിന്നെ ശരിപ്പെടുത്താം. നീ പോയി കാര്യം സാധനങ്ങളൊക്കെ എടുത്തുണ്ടോ? ശരി മുതലാളി. അവൻ എന്തോ ഒരു കള്ളലക്ഷണമുണ്ട്. ഇരിക്കൂ, ഞാൻ പോയി നോക്കിട്ട് വരാം. എല്ലാം ഈ സുരേഷ് സാറിനാണ്. എനിക്ക് പേടിയാവുന്നു. ഇനി എന്ത് ചെയ്യും? ചുമ്മാ പേടിക്കാതിരിക്കുന്നു ലക്ഷ്മി. പൊയ്ക്കോ, പൊയ്ക്കോ, പൊയ്ക്കോ. നീ എക്സ്പ്രസിന് പോകുന്നെന്ന് പറഞ്ഞിട്ട്? ഡാഡി, അവിടെ വെച്ച് എനിക്ക് കോൾഡ് പിടിച്ചു. കോൾഡ് പിടിച്ചിട്ട് നീ ഇവിടെ എങ്ങനെ എത്തി? അത് അത് നിനക്ക് കോൾഡ് അല്ലേ? റെസ്റ്റ് എടുത്തോ. അവൻ പറഞ്ഞത് ശരിയാണ്. സംതിങ് റോങ് വിത്ത് റൂം. ലക്ഷ്മി, എന്റെ അച്ഛൻ വന്നു. ഞാൻ കണ്ടു. നിന്നെ കണ്ടോ? കണ്ടെന്നാ തോന്നുന്നത്. അയ്യോ, ഇനി എന്നെ വീട്ടിൽ ചെന്ന അച്ഛൻ കൊല്ലും. അപ്പൊ എന്നെ പറ്റി എന്ത് വിചാരിച്ചിട്ടുണ്ടാവും? ആകെ മോശമായി. സുരേഷ് ആണല്ലേ? എന്റെ കാര്യോ? അയ്യോ, അച്ഛനാണ് തോന്നുന്നു. കുഞ്ഞെ, ഞാനാണ്. അല്ല, വാച്ചറ. ഈശ്വരാ, ഒന്ന് വേഗം വാ കുഞ്ഞെ. ബാക്കിയുള്ളവരോട് ചോദിച്ചിട്ട് മണ്ണ് വാരിടാതെ. വേഗം പോയി കുട്ടികളെ. ലക്ഷ്മി, സൂക്ഷിച്ച് പതുക്കെ പതുക്കെ ഇറങ്ങാം. വാ, വാ. വേഗം വാ. നമുക്ക് ഓടിപ്പോ. മോളെ, നീ പറയുന്നതെല്ലാം ശരിയാണ്. ചേട്ടൻ അതെല്ലാം വിശ്വസിക്കുന്നു. പക്ഷേ ആളുകൾ അതായിരിക്കില്ല പറയുക. നമ്മൾ പാവങ്ങളാണ്. നമ്മളെക്കുറിച്ചില്ലാത്തത് പറഞ്ഞാലും ആളുകൾ അത് വിശ്വസിക്കും. ഒരു ചീത്തപ്പേരുണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. ഇനി ഇതുപോലൊന്നും ഉണ്ടാകാതെ നീ സൂക്ഷിക്കണം.